ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ തുടക്കം മുതൽ തന്നെ ചർച്ചയായ താരമായിരുന്നു ഫിറ്റ്നസ് ട്രെയിനർ ആയ ജിൻഡോ. ആദ്യഘട്ടത്തിൽ വലിയ നെഗറ്റീവായിരുന്നു താരത്തിന് നേരിടേണ്ടി വന്നത്. വൈകാതെ ഈ നെഗറ്റിവിറ്റിയെ മറികടക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു. താരത്തിൻ്റെ സരസമായ നിഷ്കളങ്കമായ പെരുമാറ്റം ആളുകൾ സ്വീകരിച്ചു. ജിൻഡോയ്ക്ക് വേണ്ടി ആർമി ഗ്രൂപ്പുകൾ പെട്ടെന്ന് തന്നെ സജീവമാവുകയും ചെയ്തു. ബിഗ് ബോസ് 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു ജിൻഡോയെയാണ് പ്രേക്ഷകർ കാണുന്നത്. കൃത്യമായ ഗെയിം സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ജിൻഡോ പുറത്തെടുക്കുന്നത് എന്നാണ് ആരാധകരിൽ ഒരാൾ ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിക്കുന്നത്. കുറിപ്പിങ്ങനെ: ബിഗ് ബോസ് സീസൺ 6-ൽ ജെനുവിനായ ഒരാൾ എന്ന നിലയിൽ പ്രേക്ഷക പിന്തുണ ലഭിച്ച ഒരാളാണ് ജിൻഡോ. എന്നാൽ പവർ റൂമിൽ കയറിയ ശേഷമുള്ള പുള്ളിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ വ്യക്തമായ ഒരു കാര്യം, ഇത്രയും ദിവസം പുള്ളി ഹൗസിനുള്ളിൽ കാണിച്ചത് മുഴുവൻ ഔട്ട് പോകാൻ വേണ്ടിയുള്ള നാടകമാണെന്നാണ്. ഒരു പാവം മണ്ടൻ എന്ന ഇമേജ് ജിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഴുവൻ ഹൗസ് മേറ്റ്സും പവർ റൂമിനെതിരെ തിരിഞ്ഞപ്പോൾ റസ്മിൻ എഴുതിയ പണിഷ്മെൻ്റ് ജിൻഡോ ചെയ്തില്ല. അപ്പോൾ അത് റസ്മിൻ സ്വയം ഏറ്റെടുക്കും എന്നായപ്പോൾ ഉടനെ വെയിലത്ത് ചെന്നിരുന്ന് ഷോ ഓഫ്. അതും നടക്കില്ല എന്ന് വന്നപ്പോൾ അർജുൻ, ഋഷി ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ കരച്ചിലും ഇറക്കി. സിജോയുടെയും റോക്കിയുടെയും ഒക്കെ അഭാവത്തിൽ വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് ഹൗസിൽ തൻ്റേതായ ഒരു സ്പേസും ഉണ്ടാക്കുക എന്നതാണ് ജിൻഡോയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. റൂൾ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഉറങ്ങുന്നത് തെറ്റല്ല എന്നൊക്കെ ലൂപ്പ് ഹോൾ വാദിക്കുന്നുണ്ട്. ഉറക്കം വീഡിയോയും ശിക്ഷയുടെ കാര്യവുമൊക്കെ വീക്കെൻഡ്സ് വരുന്നതോടെ മറ്റൊരു ജിൻഡോയെ വരും ആഴ്ചയിൽ കാണാനാകും എന്ന് തോന്നുന്നു. എന്തുതന്നെ ആയാലും ഇത്രയും ദിവസം പുള്ളി അകത്ത് കാണിച്ച ആളല്ല യഥാർത്ഥ ജിൻഡോ. വ്യക്തമായ ഗെയിം പ്ലാനും സ്ട്രാറ്റജിയുമായി വന്ന് വിജയകരമായി അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്.